CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യമേഖലയിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം, പൊതുജനാരോഗ്യ വിഭാഗം, പാലിയേറ്റീവ് ലാബ്, ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പടിഞ്ഞാറങ്ങാടിയിൽ പനിയെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച 9 വയസ്സുകാരന് വിഷബാധ ഏറ്റിരുന്നതായി സ്ഥിരീകരണം. പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിൻചുവട്ടിൽ സൈനുദ്ദീന്റെയും ഷമീനയുടെയും മകൻ 9 വയസ്സുള്ള മുഹമ്മദ് ഹാദിയാണ് കഴിഞ്ഞ ദിവസം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. അനധികൃതമായി പടക്ക നിർമ്മാണം നടത്തിയിരുന്നയാളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമപ്പെട്ടി കരിയന്നൂർ കുന്നത്ത് വീട്ടിൽ മോഹനാണ് അറസ്റ്റിലായത്. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 4-ന് ആരംഭിക്കും. പരീക്ഷയുടെ സമയവിവരപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. ഒരുമനിയൂർ മൂന്നാംകല്ലിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. പറാട്ട് വീട്ടിൽ കാസിമിന്റെ മൊബൈൽ ഫോണാണ് ഇന്ന് പുലർച്ചെ പൊട്ടിത്തെറിച്ചത്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി NDA ചെയർമാൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനം നടത്തി. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര കവാടത്തിനോട് ചേർന്ന് നിന്നിരുന്ന കൂറ്റൻ ആൽമരം മുറിച്ചു. 40 വർഷത്തോളം ക്ഷേത്ര കവാട ജംഗ്ഷൻ തണൽ വിരിച്ച മരമാണ് ഇല്ലാതായത്. കുന്നംകുളം നഗരസഭ 1-ാം വാർഡ് ചെറുവത്താണിയിലെ 116-ാം നമ്പർ അങ്കണവാടി പ്രവർത്തനം ആരംഭിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. അടയ്ക്കയുടെ വിലയിടിവ് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. 3 മാസം മുമ്പ് വരെ 20 കിലോ അടയ്ക്കയ്ക്ക് 8,500, 9,000 രൂപ നിരക്കിൽ കച്ചവടം നടന്നിരുന്നു. എന്നാൽ ഇന്നലെ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിൽ പുതിയ അടയ്ക്ക 6,300, 6,700 തോതിലാണ് കച്ചവടം നടന്നത്. ഗുരുവായൂർ ആനയോട്ടത്തിൽ ഗോപി കണ്ണൻ വിജയിയായി. ഉച്ചതിരിഞ്ഞ് 3-നായിരുന്നു ആനയോട്ടം. വിദേശികളടക്കം ആയിരങ്ങളാണ് ആനയോട്ടം വീക്ഷിക്കാനെത്തിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ ആനയില്ലാ ശിവേലി നടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചാണ് ആനയില്ലാ ശിവേലി നടന്നത്. കർഷകരുടെ ന്യായമായ ആവശ്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റിനെതിരെ കാട്ടകമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സമരജ്വാല സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുന്നംകുളം ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭവനം വിദ്യാർത്ഥിക്ക് കൈമാറി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അസോസിയേഷനിലെ കുന്നംകുളം ഉപജില്ലയിലെ MJD ഹൈസ്കൂൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥി വൈഷ്ണവിനാണ് ഭവനം നിർമ്മിച്ചു നൽകിയത്. സഹപാഠിയുടെ വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകി മാതൃകയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1992-93 10-ാം ക്ലാസ് ബാച്ച് ഈ ഡിവിഷനിലെ വിദ്യാർത്ഥികളാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും മാതൃക തീർത്തത്. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ മതബോധന PTA-യുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തിരിച്ചറിവ് എന്ന പേരിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം വികാരി ഫാദർ മനോജ് താണിക്കൽ നിർവഹിച്ചു. ലോക മാതൃഭാഷാ ദിനത്തിൽ ഭാഷാഭിമാന പ്രതിജ്ഞ ചൊല്ലി വിദ്യാർത്ഥികൾ. കണ്ടാണശ്ശേരി MSS UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചരിത്ര സ്മാരകമായ മുനിമടയ്ക്ക് ചുറ്റും സംരക്ഷണ വലയം തീർത്ത് ഭാഷാഭിമാന പ്രതിജ്ഞ ചൊല്ലിയത്. രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ തൃശൂർ MP TN പ്രതാപൻ നയിക്കുന്ന സ്നേഹ സന്ദേശയാത്ര പൂക്കോട് മണ്ഡലത്തിലെ തമ്പുരാൻപടി സെന്ററിൽ നിന്നും ആരംഭിച്ചു. കീഴൂർ ശ്രീ കാർത്തിനി ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആത്മീയ സദസ്സ് സംഘടിപ്പിച്ചു. ആവേശത്തിമിർപ്പിൽ മച്ചാട് മാമാങ്കം. പൊയ്ക്കുതിരകളേന്തി ആർപ്പുവിളികളുമായി തട്ടകവാസികൾ തിരുവാണിക്കാവ് ദേവി സന്നിധിയിലെത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറക്കൽ കാട്ടകമ്പൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പ് അളവു തൂക്കം നോക്കുന്ന ഉപകരണങ്ങൾ സീൽ ചെയ്യുന്ന ക്യാമ്പ് ചിറക്കൽ അർഫ പാലസ് ഓഡിറ്റോറിയത്തിൽ നടത്തി. നാടകത്തെ നെഞ്ചേറ്റിയിരുന്ന കഴിഞ്ഞുപോയ കാലം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് പറക്കാട് ഗ്രാമം. നിരവധി നാടക കലാകാരന്മാരെ സമ്മാനിച്ച പറക്കാട് നിന്ന് വീണ്ടും ഒരു നാടകം തട്ടിൽ കയറാനായി അണിയറയിൽ ഒരുങ്ങുകയാണ്. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് ഓർഗാനിക് ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണ ഉദ്ഘാടനവും മാലിന്യ സംസ്കരണ രീതി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പുന്നയൂർക്കുളം പരൂർ ശിവക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായി നടന്നിരുന്ന പ്രതിഷ്ഠാദിന ചടങ്ങിന് സമാപനമായി. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കൗ ക്ഷേത്രം നടപ്പന്തലിന് മുകളിൽ ക്ഷേത്രനാമം ആലേഖനം ചെയ്ത LED ബോർഡ് സ്ഥാപിച്ചു. ഗുരുവായൂർ ചാണാശ്ശേരി ദേവി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഭക്തിസാന്ദ്രമായി.
കാട്ടൂരിൽ വെച്ച് നടന്ന 2023-24 മിസ്റ്റർ തൃശൂർ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് റണ്ണറപ്പായ എരുമപ്പെട്ടി സ്വദേശി നൌഫലിനെ എരുമപ്പെട്ടി MR ഫിറ്റ്നസ് സെന്റർ അനുമോദിച്ചു. പെരുമ്പിലാവിലെ മസ്ജിദ് റഹ്മ പള്ളിയിൽ ഇനി മുതൽ വായനക്കാർക്കായി മാധ്യമം പത്രം ലഭിക്കും. ഇതോടനുബന്ധിച്ച് നടന്ന മാധ്യമം വായനാ പദ്ധതിക്ക് പള്ളിയിൽ തുടക്കമായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.